വളരെയധികം സൂര്യയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വർഷങ്ങൾ കുറച്ചായി നല്ലൊരു സൂര്യ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട്. അവസാനമായിട്ട് തിയേറ്ററിൽ കണ്ട സൂര്യ ചിത്രം എതർക്കും തുനിതവൻ ആയിരുന്നു. തീരെ എനിക്ക് വർക്കാവാതെ പോയൊരു ചിത്രമായിരുന്നു അത്. ചിത്രത്തിന്റെ ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തങ്കു എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, സൂര്യയുടെ ഒരു നല്ല ചിത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് ഒരു ദുരന്ത ചിത്രം കണ്ട് സങ്കടപ്പെടാൻ ഞാൻ എന്തിന് പണം ചെലവഴിക്കണം എന്നായിരുന്നു എൻ്റെ ആലോചന. OTT-യിൽ വന്നിട്ട് പോലും ഞാൻ ആ ചിത്രം കണ്ടിട്ടില്ല ഇതുവരെ. ഏറെ പ്രതീക്ഷയോടെ അതുകൊണ്ട് തന്നെ കാത്തിരുന്ന ചിത്രമായിരുന്നു കാർത്തിക് സുബ്ബരാജിന്റെ റിട്രോ. സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഓരോ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴും വളരെ ആവേശമായിരുന്നു എനിക്കും, ഒപ്പം തന്നെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും. ഒമ്പത് മണിയുടെ ഷോ ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക്, ഹൗസ്ഫുൾ തന്നെയായിരുന്നു ചിത്രം. സൂര്യ തുടക്കം വന്നില്ലെങ്കിലും അയാൾ അവിടെയും ഇവിടെയൊക്കെ നമുക്ക് മുമ്പിൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചിത്രം മുന്നോട്ട് പോയി. ഓരോ പ്രാവശ്യവും സൂര്യയുടെ ഫോട്ടോ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ തുടക്കമായിരുന്നു. നല്ല പശ്ചാത്തല സംഗീതമായിരുന്നു. പിന്നീട് ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഞങ്ങൾക്ക് ആവേശമായിരുന്നു. തിയേറ്ററിൽ ഇരിക്കാൻ പറ്റിയില്ല, കൈയടിച്ച് അങ്ങ് പൊളിക്കുകയായിരുന്നു. തുടരും ആദ്യ 10 മിനിറ്റിൽ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. കാരണം 2016 ശേഷമുള്ള ആ പഴയ മോഹൻലാലിനെ വീണ്ടും കണ്ട സന്തോഷം തുടരും കണ്ടപ്പോൾ എനിക്ക് കിട്ടിയിരുന്നു. അതുപോലെ ഒരു അനുഭൂതിയായിരുന്നു റിട്രോയുടെ ആദ്യ പകുതി കണ്ടപ്പോൾ തോന്നിയത്. സ്ക്രീനിൽ അദ്ദേഹം വരുമ്പോൾ എല്ലാം വല്ലാത്തൊരു ആവേശമായിരുന്നു. എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. അതിനോട് ഇണങ്ങുന്ന തരത്തിലുള്ള നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ അഭിനയിച്ച എല്ലാവരും അതിഗംഭീരമായിരുന്നു. ജോജി ജോർജൊക്കെ അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നി. ഒരു ഫൈറ്റ് സീനൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. ഒറ്റ ഷോട്ടായിരുന്നു, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായി ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സൂര്യയുടെ ലുക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഓറ, സ്ക്രീൻ പ്രസൻസ് എല്ലാം സൂപ്പറായിരുന്നു. കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എവിടെയൊക്കെയോ ഒരു പുരാണ കഥയുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. കൃഷ്ണനായിട്ട് സൂര്യ, വളർത്തമ്മയായ യശോദയായിട്ട് സ്വാസിക, കാമുകിയായിട്ട് രുക്മിണി, പിന്നീട് കംസനായിട്ട് നാസർ, അങ്ങനെ ഒരു ടച്ച് എവിടെയൊക്കെ ഒരു ഫീല് തോന്നി. അങ്ങനെ അതിഗംഭീരമായ ഒരു ഫസ്റ്റ് ഹാഫ്. ഏറെ പ്രതീക്ഷയോടെ സെക്കൻഡ് ഹാഫിലേക്ക് ഞങ്ങൾ അങ്ങനെ കടക്കുകയാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ഒരു ഓറ സെക്കൻഡ് ഹാഫിൽ, ആ ഒരു സുഖം നമുക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചു. ചിത്രത്തിൽ ജയറാം ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് വരുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയാതെ വയ്യ. കാരണം ഇത് പലർക്കും നെഗറ്റീവ് രീതിയിൽ പറഞ്ഞിരുന്നു. ഒരു നായകനായി മാത്രം കണ്ട നമുക്ക് ഒരു കോമഡി വേഷം ജയറാം ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കഥാപാത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് തന്നെ അദ്ദേഹം ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിന് വേണ്ടിയാണോ ഇത്രയും തടി വെച്ചതെന്ന് പോലും സംശയമുണ്ട്. ഒരു നടന്റെ ആഗ്രഹവും ചോയ്സുമല്ലേ അയാൾക്ക് എന്ത് റോൾ ചെയ്യണമെന്നുള്ളത്. നായകനായും വില്ലനായും കോമഡി വേഷവും എല്ലാം കൈകാര്യം ചെയ്ത് താനെല്ലാം തികഞ്ഞൊരു നടനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ബെനിഫിറ്റ് അതാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ സിനിമ കടക്കുമ്പോൾ സിനിമയിൽ എവിടെയൊക്കെ ചെറുതായിട്ടൊരു ഇഴച്ചിലൊക്കെ തോന്നും. എപ്പോഴും ആളുകൾ ആഗ്രഹിക്കുക ഒരു നല്ല സെക്കൻഡ് ഹാഫും ഒരു അടിപൊളി ക്ലൈമാക്സുമാണ്. ഫസ്റ്റ് ഹാഫ് എത്ര മോശമാണെങ്കിലും സെക്കൻഡ് ഹാഫും നല്ലൊരു ക്ലൈമാക്സും കൊടുത്താൽ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും ഗംഭീരമായൊരു ക്ലൈമാക്സ് ഒന്നും ഈ ചിത്രത്തിന് നൽകാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നിയില്ല. അതിനിടയിൽ കാർത്തിക് സുബ്ബരാജ് തൻ്റെതായ ഒരു പൊളിറ്റിക്സ് ചിത്രത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെതായ പൊളിറ്റിക്സ്, ആ ഒരു നല്ലൊരു രാഷ്ട്രീയം സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും വർക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരെയും സംബന്ധിച്ച് ഉള്ള കാര്യമാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയായും പറയാം, ഈ അടുത്ത് തിയേറ്ററിൽ ഇറങ്ങിയ സൂര്യ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല സിനിമ തന്നെയാണ്. സൂര്യ ഇഷ്ടപ്പെടുന്നവർക്ക് കൈയടിക്കാനുള്ളതും കണ്ട് ആസ്വദിക്കാനുള്ളതും ഒക്കെ ചിത്രത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. സൂര്യയുടെ ഒരു നല്ല ചിത്രം കണ്ടിട്ട് ഒരുപാട് കാലമായതുകൊണ്ട് കൂടിയാവാം ഈ ചിത്രം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ ഓർക്കാൻ വലിയ മൊമെന്റ്സ് ഒന്നും സിനിമ സമ്മാനിച്ചിട്ടില്ല. സിനിമ കണ്ടവർ ഉണ്ടെങ്കിൽ
എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പക്ഷെ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആവേശം തന്നെയായിരുന്നു ചിത്രം. പക്ഷെ കണ്ടിറങ്ങി കഴിയുമ്പോൾ ഇതിലെന്താണ് ഓർക്കാനുള്ളത്, വലിയ എലമെന്റ്സ് അങ്ങനെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ്, നന്നായി എൻജോയ് ചെയ്ത് കണ്ടു. ബോറടിച്ചൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അത്രയ്ക്ക് മോശം സിനിമ എന്ന രീതിയിൽ പലരും പറയുന്ന കേട്ടു. പക്ഷെ അത്ര മോശം പടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നാമത് സൂര്യയുടെ ആ പെർഫോമൻസും അദ്ദേഹത്തിന്റെ ആ ഒരു ഓറയും ഒക്കെ തന്നെ നമ്മളെ സിനിമ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം.